ലോകകപ്പിന്റെ ആവേശമൊക്കെ ഇങ്ങ് മലപ്പുറത്താണ്. മലപ്പുറം മുണ്ടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മുണ്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ ഏറ്റവും വലിയ അർജന്റീനയുടെ ഒരു ഫ്ലക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമുക്ക് പുറകിൽ തന്നെ കാണാൻ കഴിയും. 600 അടിയിലേറെ നീളം വരുന്ന അർജന്റീനൻ ഫ്ലക്സ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിൽ എവിടെയും ഒരുപക്ഷെ രാജ്യത്ത് തന്നെ എവിടെയും ഉണ്ടാവില്ല ഇതുപോലെ ഒരു ആവേശം, ഒരു ആരാധന നമുക്ക് പറയേണ്ടി വരും. ഇതിന് പിന്നിലുള്ള അർജന്റീനിയൻ ഫാൻസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരു അത്ഭുതമായിട്ടാണല്ലോ നമ്മളിത് കാണുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഇതൊരു അത്ഭുതം തന്നെയാണ്. അതെല്ലാവരും ഇപ്പോൾ ഇവിടെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അറിയാം. ഇതിൻ്റെ ചെറിയൊരു പ്രശ്നം എന്താ അറിയോ, ഇത് പ്രായമായവർക്കൊന്നും ഒറ്റയ്ക്ക് കണ്ടെടുക്കാൻ കഴിയില്ല. ഒരു ഓട്ടോറിക്ഷ വിളിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. അതിന് ഞങ്ങൾ പ്രായമായവർ ക്ഷമ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് എന്താ വെച്ചാൽ ഇടം നേടി എന്നുള്ളത് ഒരു സംശയമല്ല. ഈ നേരം ആയപ്പോൾ തന്നെ മില്യൺ കണക്കിന് റീച്ചസ് പോയിട്ടുണ്ട്. ഇനി ഇത് എല്ലാ ചാനലുകളും എത്തുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ ആദ്യം എത്തിയിട്ടുണ്ട്, സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഞങ്ങളെ മുണ്ടൻ്റെ പ്രവർത്തകർ, അവരെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഇന്നലെ 4 മണി 5 മണിക്കാണ് ഓരോരുത്തർ ഇവിടുന്ന് പോയിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര കുറഞ്ഞ ആൾക്കാർ ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഒരു 100 ആളെ ഞങ്ങൾ ഇത് 600+ ആണ്. ഞങ്ങൾ കറക്റ്റ് അളന്നിട്ടില്ല. അതായത് പിന്നെ അതെ, നമ്മൾ പറയണത് എന്താ വെച്ചാൽ ഇത് സംശയമുള്ളവർ തീർക്കുക. ആർക്കും വന്ന് അളക്കാം. ടേപ്പ് ഇവിടെ ഫ്രീ ആണ്. ആർക്കും നിന്ന് വന്ന് അളക്കാം. 600 കുറവുണ്ടെങ്കിൽ അവര് പറയുന്നത് ഞങ്ങളാണ് കേൾക്കാണ്. എങ്ങനെയുണ്ട്? ഇതൊരു മത്സരം പോലെ വെച്ചാണോ? അതേ മത്സരം പോലെ വെച്ചാൽ നമ്മൾ ആദ്യം 350 അടിയായിരുന്നു ഇവിടെ വെച്ചിരുന്നത്. അതിനുള്ള ഫ്രെയിമും കവുങ്ങൊക്കെ വെച്ച് സെറ്റായി. അതിനുശേഷം മുണ്ടയിൽ തന്നെ ബ്രസീൽ ഫാൻസ് 400 അടി വെച്ചു. അപ്പം നമ്മൾ ആ വെച്ച കവുങ്ങൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പം 600+, 600 സംതിങ് ആണ് ഇപ്പം നിലവിൽ. ഇത് ആർക്കും വന്ന് അളക്കാം. ഇതിൽ ഏറ്റവും വലിയ 600 അടി ഉണ്ട്. ആർക്കും വന്ന് അളക്കാം. ഇത് ഉണ്ടാക്കിയ ആളാണ് ഞാൻ ഇതിന്റെ ഫ്രെയിം. പക്ഷെ അതിന് പുറത്ത് എല്ലാ സ്ഥലത്തും വെച്ചത് 10 അടി ഹൈറ്റ്, 8 അടി ഹൈറ്റ് ആണ്. ഇത് 12 അടി ഹൈറ്റ് ആണ്. അതും ആർക്കും അളക്കാം. 12 അടി ഹൈറ്റ് ടു 600. 7200 സ്ക്വയർ ഫീറ്റ് സാധനം ഉണ്ട് മിനിമം. അതിൽ കൂടുതൽ അതൊക്കെ അറിയില്ല. നമുക്ക് ഇതിപ്പോ എത്ര ചെലവ് വന്നിട്ടുണ്ടാവും? ഇതിന് 2 ലക്ഷത്തിന് മുകളിൽ ഇതിന് ചെലവ് വന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പണിക്കൂലി നമുക്ക്, അതായത് നമുക്ക് എല്ലാം ഫ്രീ, എല്ലാം ഫ്രീ ആയിട്ട് ചെയ്തത് ജാഫർ ആണ്. 10 ദിവസത്തിന്റെ മുകളിലായി ഇതിന്റെ പിന്നാലെ നമ്മൾ നടക്കുന്നത്. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം ഉണ്ട്. ഇത് മെസ്സിയുടെ ഒരു ലൈക്ക് ഇതിന് കിട്ടണം എന്നുള്ളൊരു ആവേശത്തിലാണ് ഇപ്പൊ നമ്മളെല്ലാവരും നിൽക്കുന്നത്. അതിനപ്പുറം ഇന്നിപ്പോ കളി തുടങ്ങാൻ പോകണല്ലോ. അർജന്റീനയുടെ ജയത്തിൽ ആർക്കും ഒരു സംശയമില്ല. ഒരു സംശയമില്ല. ജയത്തിൽ നല്ല ഇപ്രാവശ്യം കപ്പ് തൂക്കിയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ എടുത്തു പറയാനുള്ളത്, ഇത് ഏകദേശം 60,000 രൂപയുടെ പണിക്കൂലി വരും. അത് ഞങ്ങളെ പ്രസിഡന്റ് മുത്തുമണിയാണ് ഞങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ചെയ്ത് നിൽക്കണേ. ഇത് ഞങ്ങളെ സ്പിരിറ്റിന്റെ ഭാഗമായിട്ട് 3 ലക്ഷത്തിന് മേലെ വരും. ഇത് പണിക്കൂലി കൊടുക്കുകയാണെങ്കിൽ 3-3.5 വരും. നമ്മൾ അതൊക്കെ ഫ്രീ അല്ലേ. പിന്നെ എല്ലാവരും പ്രവർത്തകരൊക്കെ ഒരുമിച്ച് നല്ല കട്ട സപ്പോർട്ടിൽ കവുങ്ങ് കൊണ്ടുവരാനായാലും ഫ്ലക്സുകൾ ഓരോ ഇതിലും പ്രിന്റ് എടുത്ത് ഒട്ടിച്ച് ഒക്കെ ഇവിടെ വന്നിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നല്ല. ഇവിടെ വന്നിട്ട് ഫ്രെയിം ജോയിന്റ് ചെയ്തതിനു ശേഷമാണ് ഒരുമിച്ച് ഒട്ടിച്ചേക്കാണ്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് കയറ്റിയേക്കാണ്. അതിന്റെ വീഡിയോ ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെ ഒരു വലിയ മത്സരമാണല്ലോ ബ്രസീലും അർജന്റീനയും തമ്മിൽ. ഈ ഫ്ലക്സിന്റെ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും കളിക്കളത്തിലുള്ള മത്സരം തുടങ്ങാൻ പോവാണ്. ബ്രസീലുകാരും ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ. ഞങ്ങൾ സത്യത്തിൽ ഫസ്റ്റ് ഞങ്ങൾ മത്സരിച്ചത് പാലക്കാടിനോടാണ്. പാലക്കാട് ഇത് തൂക്കി പറയുമ്പോൾ ഫുട്ബോളിന്റെ മക്കാർ ഞങ്ങൾ വെറുതെ വെക്കാൻ പറ്റുമോ? അത് ഞങ്ങൾ 350 സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ ബ്രസീലുകാർ ഞങ്ങൾ ചൊറിഞ്ഞു ഒരു 400 അടി വെച്ചാണ്ട്. അപ്പൊ ഞങ്ങൾ കയറിയാണ് മാന്തി 600 അടിയാക്കി. അപ്പുറത്തേക്ക് ഞാനും ഉണ്ടാവില്ലല്ലോ. ഇതിന് ഇനിയിപ്പോ ആരും തുടങ്ങിയാൽ തന്നെ സമയമല്ല. പിന്നെ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് വെച്ചിട്ട് കാര്യമല്ലല്ലോ. ഇത് ഇന്നോ നാളെ പോന്തണം, അതിനൊരു പ്രസക്തിയുള്ളൂ. പിന്നെ മാത്രമല്ല, ഇത് എന്താ വെച്ചാല് 600 അടി എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. പല പ്രതിസന്ധികളും ഇതിന് നേരിടേണ്ട അവസ്ഥ ഉണ്ട്. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ സ്ഥലത്തിന്റെ കാര്യങ്ങൾ ഇതൊക്കെ തന്നവർക്കൊക്കെ നമ്മൾ ഈ സമയത്ത് നന്ദിയും കാര്യങ്ങളും അർപ്പിക്കുകയാണ്. നമ്മൾ ഫ്ലക്സ് കാണുമ്പോഴേ ഉയരത്തിനായിരുന്നു കൂടുതൽ. പക്ഷെ അത് എന്തുകൊണ്ട് ഇപ്പൊ ഉയരം കുറച്ച് ഈ നീളത്തിനും വീതിയിലേക്കും കൂടുതലാണുള്ളത്? അത് ആവർത്തന വിരസത ഒഴിവാക്കാന്നുള്ളൊരു ഇതും കൂടി ഉണ്ട്. പിന്നെ മറ്റേത് സേഫ്റ്റി പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ അന്ന് പൊക്കിയപ്പോൾ തന്നെ അതൊന്ന് ഒടിഞ്ഞു വീണ് സംഭവമൊക്കെ ഉണ്ടായി. പക്ഷെ ഞങ്ങളത് 24 മണിക്കൂറിന് മുന്നേ വീണ്ടും പൊക്കി. അതാണ് ഞങ്ങൾ മുണ്ടയിൽ അർജന്റീന ഫാൻസ്. ഞങ്ങൾ മാസമാണെന്ന് ആദ്യം തെളിയിക്കല്ല, ഞങ്ങൾ കൊലമാസമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുകയാണ്. മരണമാസമാണ്. എന്താണ് നിങ്ങളുടെയൊക്കെ വേൾഡ് കപ്പിന്റെ പ്രതീക്ഷകളൊക്കെ? എന്തായാലും അർജന്റീന പ്രാവശ്യം വീണ്ടും മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് മെസ്സി വീണ്ടും നേടും. വേൾഡില് വലിയ ഫ്ലക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം അർജന്റീന വേൾഡ് കപ്പും തൂക്കും. അതിനൊരു സംശയമല്ല. അത്രേ ഉള്ളൂ. സംശയമല്ല.
ബ്രസീൽ ആരാധകർ ബ്രസീൽ ഫാൻസാണ്. ഒരു 600 വെച്ച് ഇന്നത്തെ ഒറ്റ ദിവസമുള്ളൂ ഞങ്ങൾക്ക് ഉള്ളത്. അതിൽ ഞങ്ങൾ ഒരു 750. ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, 600-ന് മുകളിൽ ഇവിടെ ബ്രസീൽ വെക്കുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും അതിന് മുകളിൽ വെക്കും. ഓക്കെ, പക്ഷെ അവര് ഇനിയും വീണ്ടും നീട്ടുകയാണെങ്കിൽ അവർ മാക്സിമം പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് വരെയല്ലേ നീട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ പുറം പോവല്ലേ. ഓൺലി 3 മണിക്കൂർ സത്യം പറഞ്ഞാലേ നിങ്ങളൊരു വെല്ലു വിളിച്ചിട്ടാണ് ഇപ്പൊ ഇത്രയും വലിയ ഞങ്ങൾ ഒരു ദിവസം കൂടെ സാധനം നടക്കും. വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊന്ന് ഫിറ്റ് ചെയ്യേണ്ട ടൈമുള്ളൂ. 3 മണിക്കൂർ കേരള വിഷൻ ചാനല് 3 മണിക്കൂർ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സാധനം അവിടെ പൊന്തിരിക്കും. അപ്പൊ 750 എത്തിക്കും. 700 അതുക്ക് മേലെ 800 ഉണ്ടാവും ചിലപ്പോ. അതൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഇത് ശരിക്കും ഒരു ഷോക്കിംഗ് ആയി നിങ്ങള് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് വിചാരിച്ചിട്ടുണ്ട്. ഇതിന് കൂടെ ഞങ്ങൾ ഓൾറെഡി അടിക്കുള്ള ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഇത് 600 മാത്രമേ വെച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഇഞ്ഞും ചൊറിഞ്ഞാല് ഞങ്ങൾ ഞങ്ങൾ ചൊറിഞ്ഞുകൊണ്ടേ നിൽക്കും. ഓരോ മാന്യം കൊണ്ടേ നിൽക്കും. അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള വിഷയമല്ല. ഓലാണ് ഫസ്റ്റ് ചോർഞ്ഞത്. അർജന്റീനക്കാരാണ് ഫസ്റ്റ് ചോർഞ്ഞത്. ബ്രസീലുകാരൊന്ന് മാന്തി കൊടുത്തു. ഇഞ്ഞും ഞങ്ങൾ ചൊറി. ഇന്ന് രാത്രി 12 മണിയോടെ എല്ലാ അധ്യായം ഇന്നോട് പൂർത്തിയാകണം. ഞങ്ങൾക്കൊരു 3 മണിക്കൂർ ടൈം ഉള്ളി. മത്സരം തുടരാണ് ഇവിടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കത് പ്രിന്റ് നമുക്ക് എല്ലാവർക്കും ഒന്ന് അർജന്റീനയ്ക്ക് വേണ്ടി നമുക്കൊരു വാമസ് കൊടുക്കാം. റെഡി അല്ലേ? എന്താണെങ്കിലും ഫുട്ബോളിന്റെ ആവേശം മുണ്ടയിലിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലക്സിന്റെ ഉയരം കൂടിക്കൊണ്ടേയിരിക്കും. ബ്രസീലിന്റെ വെല്ലുവിളി വന്നിട്ടുണ്ട്. ബ്രസീൽ അത് മറികടന്ന് ഈ അർജന്റീനയുടെ ഈ 630 അടിയിലേറെ വലിപ്പമുള്ള ഫ്ലക്സിനേക്കാൾ ബ്രസീൽ വെച്ചാൽ വീണ്ടും അതിന് മുകളിലേക്ക് വരുമെന്നാണ് അർജന്റീന പറയുന്നത്. ആണെങ്കിലും ലോകകപ്പ് എവിടെയാണെങ്കിലും അതിന്റെ ആവേശം മലപ്പുറത്താണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അഖിലോട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18.